അധികാരത്തിൻ്റെ ഇടനാഴിയിൽ വളകിലുക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ നാൾ മുതൽ തന്നെ ഈ പല മുന്നണികളിലും വലിയ അങ്കലാപ്പും പലർക്കും ആദിയും ഒക്കെ ഉണ്ടായതാണ്. കാരണം ഒരു പുരുഷ മേധാവിത്വത്തെ തകർത്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഒരു മുന്നേറ്റം ഉണ്ടായത്. നമുക്കറിയാം, ആ വക കാര്യങ്ങളിലൊക്കെ എപ്പോഴും എൽ ഡി എഫ്, പ്രത്യേകിച്ച് സി പി എം അതിന് വേണ്ടത്ര പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ യുവജന വിഭാഗത്തിൽ നിന്നുമൊക്കെ പലരെയും മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ തന്നെ എൽ ഡി എഫിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 7-8 വനിതകളാണ് ഉള്ളത്. 3 വനിതാ മന്ത്രിമാർ തന്നെയുണ്ട്. വീണ ജോർജും മന്ത്രി ബിന്ദുവും കൂടാതെ ചിഞ്ചുറാണിയുമുണ്ട്. പക്ഷേ യു ഡി എഫിലേക്ക് വരുന്ന അവസരത്തിൽ നമുക്ക് 2 വനിതാ എം എൽ എമാരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അത് തൃക്കാക്കരയിൽ നിന്നുള്ള ഉമാ തോമസും വടകരയിൽ നിന്നുള്ള എ കെ രമയുമാണ്. യു ഡി എഫ് എപ്പോഴും ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ് നിൽക്കുന്നത്. വനിതകളെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്നതിലും മറ്റും ഒക്കെ പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട്. നമുക്കറിയാം, ലതികാ സുഭാഷിന് സീറ്റ് നിഷേധിച്ച അവസരത്തിൽ ഇന്ദിരാഭവന് മുമ്പിലെത്തി തലമുണ്ടനം ചെയ്ത് മറ്റു വഴികളിലൂടെ പോവുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാർ പലപ്പോഴും, ഇപ്പോൾ തന്നെ ഉമാ തോമസ് മാത്രമേ ഉള്ളൂ കോൺഗ്രസിൽ നിന്നുള്ളത്. കെ കെ രമ ആർ എം പിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ യു ഡി എഫിൽ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതല്ല. നമുക്കറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇക്കാര്യത്തിൽ വനിതാ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നാക്കം പോകുന്നത്. അവർ പക്ഷേ ചെറിയൊരു മാറ്റം വരുത്തി. 2021 മാറ്റം വരുത്തിയത് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് മുർബീന റഷീദിനെ അവരിറക്കി. സൗത്ത് മണ്ഡലത്തിൽ അഹമ്മദ് ദേവർകോവിലാണ് 2021 എൽ ഡി എഫ് തരംഗത്തിൽ കയറി വരികയും അഡ്വക്കേറ്റ് മുർബീന റഷീദ് 10,000-ഓളം വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മുസ്ലിം ലീഗ് അതിനകത്ത് ധീരമായ ഒരു നിലപാട് എടുത്തു എന്നുള്ളതാണ്. പലപ്പോഴും ഇക്കാര്യത്തിൽ ഏറ്റവും പിറകിൽ പോകുന്നത് മുസ്ലിം ലീഗാണ്. കാരണം ഇനിയിപ്പോൾ 2026 ആകുമ്പോഴത്തേക്കും വനിതാ സംവരണ സീറ്റുകളൊക്കെ തന്നെ പ്രാവർത്തികമാകും. 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അത് പ്രാവർത്തികമാകണം. 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ വനിതാ സംവരണ സീറ്റുകൾ വരുമ്പോൾ 48 എണ്ണം അങ്ങനെ മാറുകയായിരിക്കും ചെയ്യുന്നത്. 2031 ആകുമ്പോഴത്തേക്കും അക്കാര്യത്തിൽ പൂർണ്ണത ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇക്കുറിയും മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ഇറക്കിയതുപോലെ തന്നെ മറ്റ് 2 മണ്ഡലങ്ങളിലും കൂടി ഇറക്കുന്നുണ്ട്. 3 വനിതാ സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് രംഗത്തേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. അതിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്ന് 2021 മത്സരിച്ച അഡ്വക്കേറ്റ് മുർബീന റഷീദിനെ തന്നെ വീണ്ടും കോഴിക്കോട് ജില്ലയിലെ ഒരു സുരക്ഷിതമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് നിർത്തി മത്സരിപ്പിക്കും എന്നാണ് അറിയുന്നത്. ഇത് ഒരു വിജയമുണ്ടായാൽ അത് മുസ്ലിം ലീഗിനകത്തുണ്ടാകുന്ന ഒരു വലിയ വിപ്ലവം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കൂടാതെ കോഴിക്കോട് സൗത്തിലായിരിക്കത്തില്ല മുർബീന റഷീദിനെ മറ്റേതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും. കോഴിക്കോട് സൗത്തിൽ നിന്ന് അഡ്വക്കേറ്റ് നസ്മയെ മത്സരിപ്പിക്കാനാണ് ലീഗ് തയ്യാറെടുക്കുന്നത്. MSFിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് ഒരു ലീഗിലൊരു മുഖമായി മാറുകയാണ് അഡ്വക്കേറ്റ് നസ്മ. അത് കോഴിക്കോട് സൗത്തിൽ നിർത്തും. അതുപോലെ തന്നെ മറ്റൊരു അഡ്വക്കേറ്റ് ഫാത്തിമയെ അഴീക്കോട് മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കാനാണ് ലീഗ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് യുവജന വനിതാ വിഭാഗത്തിലൂടെയാണ് പാർട്ടിയിലെ രംഗപ്രവേശം ചെയ്യുന്ന അഡ്വക്കേറ്റ് ഫാത്തിമയ്ക്കും അഴീക്കോട് മണ്ഡലത്തിൽ. പക്ഷേ ഇത്
ഈ കോഴിക്കോട് സൗത്തും അഴീക്കോടും അത് ഒക്കെ തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലമാണ് ലീഗിന്. ഈ 2021 ഒരു LDF തരംഗത്തിലാണ് അവിടെ ഈ ലീഗിൻ്റെ ഈ വനിതാ സ്ഥാനാർത്ഥിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് 3 വനിതകൾക്കും ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് മാറും. ലീഗ് ഇതിനകത്തൂടെ വലിയൊരു വിപ്ലവം തന്നെയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കാരണം പ്രത്യേകിച്ച് ലീഗിനകത്ത് ഒക്കെ തന്നെ വലിയ പുരുഷാധിപത്യം മാത്രം കൊടികുത്തി നിൽക്കുകയാണ്. അതിനൊക്കെ തിരശ്ശീല വീഴാൻ പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടാതെ ഇത് മറ്റ് പാർട്ടികൾക്ക് കൂടി മാതൃകയാകും. പക്ഷേ 2026 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് ഈ സംവരണ സീറ്റുകൾ പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഇത് ഈ BJP സർക്കാർ ഇത് വളരെ കർശനമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നതുമായ കാര്യമാണ്. അപ്പോൾ ലീഗ് ഒരു 3 സീറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ ലീഗിന് അനുകൂലമായ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഈ 3 സീറ്റിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഇത് അവരുടെ മുന്നണിയിൽ തന്നെ വലിയൊരു ആവേശം ഉണ്ടാക്കിയെടുക്കാനും കഴിയുമെന്നുള്ളതാണ്. കോഴിക്കോട് സൗത്തും അഴീക്കോട് മണ്ഡലമൊക്കെ തന്നെ 2016 ലീഗിൽ നിന്ന് KM ഷാജിയാണ് അവിടെ വിജയിച്ചത്. 2021 പൊതുവെ ഒരു തരംഗത്തിൽ അവിടെ എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ 3 മണ്ഡലവും അത് ലീഗ് ഉറപ്പിക്കും. കൂടാതെ കോൺഗ്രസും എത്ര വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ അപ്പോൾ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം മറ്റ് പാർട്ടികളിലും ഘടകകക്ഷികളിലും കൂടാം. ഘടകകക്ഷികളിൽ കൂടാമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്തും ഇപ്പോൾ ഇവിടെ ലീഗിലും. കേരള കോൺഗ്രസിൽ ജോസഫ് വിഭാഗത്തിലൊന്നും അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെയൊക്കെ ഉള്ളത് ഒറ്റയാൾ പട്ടാളങ്ങളാണ്. അതിലൊക്കെ പുരുഷ മേധാവിത്വം തന്നെ നിൽക്കുന്ന ഇടമാണ്. പിന്നെ അതുപോലെ തന്നെ LDFലും വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടാനാണ് സാധ്യത. കോൺഗ്രസിലായാലും LDFലായാലും വനിതാ സ്ഥാനാർത്ഥികളും ഒപ്പം ഈ യുവജന വിഭാഗവും വളരെ കൂടുതലായിട്ട് രംഗപ്രവേശം ചെയ്യാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.